എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ്. അതാണ് എൻ്റെ സ്വപ്നവും. ആ സ്വപ്നത്തിനൊരു കൂട്ട്, അതാണ് എനിക്ക് വിവാഹം. അതുകൊണ്ട് എനിക്ക് എൻ്റെ വിവാഹം എൻ്റെ സ്വപ്നം പോലെ തന്നെ വേണം. വിവാഹം സ്വപ്നം പോലെ. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. വളർത്തുമൃഗങ്ങളെ മോഷ്ടിച്ച് കശാപ്പ് ചെയ്ത് കടത്തി കാട്ടിറച്ചിയായി വിൽപ്പന. വഴിക്കടവ് സ്വദേശികളായ 3 യുവാക്കളും ഇന്നോവ കാറും പിടിയിൽ. വഴിക്കടവ് സ്വദേശികളായ 3 യുവാക്കളും 2007 മോഡൽ ഇന്നോവ വാടകക്കാരും നീലഗിരി നടുവട്ടം പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. മരുത കെട്ടുങ്ങൽ തണ്ടുംപാറ മുഹമ്മദ് റാഷി, മരുത ചക്കപ്പാടം ചക്കിയത്ത് ജിഷ്ണു എന്ന മണിക്കുട്ടൻ, വഴിക്കടവ് കുമ്പങ്ങാടൻ ജംഷീർ എന്ന കട്ട എന്നിവരാണ് പിടിയിലായത്. ചൊവ്വാഴ്ച പുലർച്ചെ ഊട്ടിക്ക് സമീപം പായിക്കര പുതുമന്തിൽ വനത്തിൽ വെച്ച് കറവ എരുമയെ അറുത്ത് ഇറച്ചി ചാക്കിൽ നിറച്ച് കടത്തിക്കൊണ്ടുവന്ന് കാട്ടുപോത്തിന്റെ ഇറച്ചി എന്ന പേരിൽ വൻ വിലയ്ക്ക് വഴിക്കടവ് ഭാഗത്ത് വിതരണം ചെയ്തതിനാണ് അറസ്റ്റ്. അടുത്തിടെയായി നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ, നടുവട്ടം, പായിക്കര, മസിനഗുഡി ഭാഗത്ത് വളർത്തുമൃഗങ്ങളെ കാണാതാവുന്നത് വ്യാപകമായിരുന്നു. കടുവ, പുലി ശല്യം വർദ്ധിച്ചതിനാൽ വന്യമൃഗങ്ങൾ ഭക്ഷിച്ചതാവും എന്നാണ് കർഷകർ കരുതിയിരുന്നത്. എന്നാൽ ചൊവ്വാഴ്ച ഊട്ടി പായിക്കര പുതുമന്തിൽ വിജിക്കുട്ടൻ ഗോത്രവർഗ വിഭാഗക്കാരന്റെ കറവയുള്ള എരുമയെ വിട്ട് പരിസരത്ത് നിന്ന് കാണാതാവുകയും കിടാവ് കരഞ്ഞ് പരിസരത്ത് നിൽക്കുന്നതും കണ്ട് ഉടമ പരിസരങ്ങളിലെ വനത്തിൽ തിരച്ചിൽ നടത്തിയതിനാലാണ് തലയും തൊലിയും കൈകാലുകളും കാണപ്പെട്ടത്. പരിശോധിച്ചതിൽ വന്യമൃഗങ്ങൾ പിടിച്ചതല്ല, ആരോ അറുത്തതാണെന്ന് മനസ്സിലായതോടെ പോലീസിൽ പരാതി കൊടുക്കുകയായിരുന്നു. തുടർന്ന് ഊട്ടി നടുവട്ടം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്നോവ കാർ തിരിച്ചറിഞ്ഞത്. കാറിന്റെ ഉടമയെ തേടി ഊട്ടി പോലീസ് വഴിക്കടവ് പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ നരോക്കാവിലുള്ള യുവാവിൽ നിന്ന് ഇന്നോവ മരുത സ്വദേശിയായ മറ്റൊരു യുവാവ് വാടകയ്ക്കെടുത്തതാണെന്ന് കണ്ടെത്തി. തുടർന്ന് മരുതയിലെ യുവാവിനെ ഊട്ടി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്തതിലാണ് മരുത സ്വദേശിയായ മറ്റൊരു യുവാവും വഴിക്കടവ് സ്വദേശിയായ കശാബ് ജോലിക്കാരനും പിടിയിലായത്. വിവരമറിഞ്ഞതോടെ വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ട നിരവധി കർഷകരാണ് പരാതികളുമായി നീലഗിരി പോലീസിലെത്തുന്നത്. സംഘം നിരവധി തവണ പിടിയിലായ ഇന്നോവ കാറിൽ രാത്രി സമയങ്ങളിൽ ഊട്ടിയിലെത്തി മടങ്ങിയതിന്റെ CCTV ദൃശ്യം തമിഴ്നാട് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇന്നോവ കാറിൽ നിന്നും മാംസത്തിന്റെ മണവും രക്തക്കറയും പോലീസ് കണ്ടെത്തി. സംഘത്തിൽ കൂടുതൽ യുവാക്കൾ ഉൾപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. നീലഗിരി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് N4 ന്യൂസ്. 20 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ. കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ: പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ.